ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ NPV ആൻഡ് PA അത് തന്നെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയ്ക്കധികം പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും അത് തന്നെയായിരുന്നു, 2-3 ക്ലാസ്സുകളായിട്ട് അത് തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ഒരു ക്ലാസ്സും കൂടി ഉണ്ട്, ഒരു ക്ലാസ്സിലേക്ക് കൂടിയുള്ള പ്രോബ്ലംസും കൂടി ഉണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇനി അടുത്ത മെത്തേഡ് NPV എന്ന് പറഞ്ഞ മെത്തേഡ് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. First question, there are two projects A and B. The expected rate of return is 15%. The company is in the tax bracket of 40%. Calculate NPV and PV index. അതായത് NPV കണ്ടുപിടിക്കണം, അതുപോലെ NPV ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള അത് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതും നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. രണ്ട് മെഷീനറീസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, മെഷീനറി എയും മെഷീനറി ബിയും. ആദ്യം തന്നിരിക്കുന്നത് ഒറിജിനൽ കോസ്റ്റ് ആണ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ഇവർ ഓൾറെഡി ടാക്സ് കുറച്ച എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. നമ്മളെ കൺഫ്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നിട്ടുമുണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നിരിക്കുന്നത്. അത് ഓൾറെഡി ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് NPVക്ക് കണ്ടുപിടിക്കാൻ എന്താ ആവശ്യമുള്ളത്? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. ARRന് മാത്രമാണ് എന്താവശ്യമുള്ള? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആവശ്യമുള്ള. ബാക്കി എല്ലാ മെത്തേഡുകൾക്കും പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം, പിന്നെ ടാക്സ് ലെസ് ചെയ്യണം, ദെൻ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു, ടാക്സ് ലെസ് ചെയ്തു, പക്ഷേ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ള. ടാക്സിൻ്റെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ 5 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു രണ്ട് പ്രൊജക്റ്റിൻ്റെയും. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കാണ് ഈ ക്വസ്റ്റ്യനിലുള്ള പ്രത്യേകിച്ചുള്ള എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് റേറ്റ് തന്നെയാണ്. അതായത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് റേറ്റ്. അത് പല രീതിയിലും പറയാം. കട്ട് ഓഫ് റേറ്റ് എന്ന് പറയും, ഇതുപോലെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും, ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. എന്ത് പറഞ്ഞാലും പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് എന്താക്കണം? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ടോട്ടൽ ലൈഫ് ഡിവൈഡഡ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലൈഫാണ്. എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് നമ്മളൊന്നും ചെയ്യാനായിട്ട് ആവശ്യമില്ല. കോസ്റ്റിന് ജസ്റ്റ് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. രണ്ട് പ്രൊജക്റ്റുകൾക്കും ഒരേ എമൗണ്ട് ഓഫ് കോസ്റ്റ് ആണ്, ഒരേ ലൈഫാണ്. അപ്പോൾ രണ്ടിനും ഒരേ ഡിപ്രീസിയേഷൻ തന്നെ ആയിരിക്കും. അപ്പം രണ്ടും നമുക്ക് ഒപ്പം കണ്ടുപിടിക്കാം. ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറയുന്നത് 25,565 ഡിവൈഡഡ് ബൈ ലൈഫ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 5,113 ആണ് നമുക്ക് ഓരോ വർഷം ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ. രണ്ട് പ്രൊജക്റ്റും അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രൊജക്റ്റിനും ഒന്നായതുകൊണ്ട് ഒരൊറ്റ ടേബിളിൽ നമുക്ക് അവസാനിപ്പിക്കാം. വർക്ക് കാൽക്കുലേഷൻ ഒറ്റ ടേബിളിൽ അവസാനിപ്പിക്കാം. ഇതുപോലെ ചെയ്താൽ മതി. ഇയർ എല്ലാത്തിനും കോമൺ ആണ്, ഡിപ്രീസിയേഷനും കോമൺ ആണ്. അപ്പോൾ അത് രണ്ടിനും രണ്ട് കോളം, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം അത് പ്രൊവൈഡ് ചെയ്യുക, ഇയറും ഡിപ്രീസിയേഷനും. പിന്നെ ഏറെ മാത്രം ചെയ്യുക, പിന്നെ ബീരെ ചെയ്യുക. ഏറെ ഇൻഫ്ലോ എഴുതുക, അതിൽ നിന്ന് അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ബീരെ ഇൻഫ്ലോ എഴുതുക, ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്താലും ഒറ്റയടിക്ക് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ കുറേ ചെയ്തപ്പോൾ പ്രാക്ടീസ് ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണവർ എന്ത് എഴുതണം? ആദ്യത്തെ കോളം ഇയർ കൊടുക്കുക, ഡിപ്രീസിയേഷൻ ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ അതൊരു കോളം. അടുത്ത ടേബിൾ വരച്ചിട്ട് ഇയർ ഡിപ്രീസിയേഷൻ ഇൻഫ്ലോ ഓഫ് ബി ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ അങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, തെറ്റിക്കാണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇയർ കോളത്തിൽ 1 to 5 എഴുതുക. ഡിപ്രീസിയേഷൻ നമ്മൾ എത്ര നേരത്തെ കണ്ടുപിടിച്ചു? 5,113 കണ്ടുപിടിച്ചു. 5 കൊല്ലം അതേ എമൗണ്ട് തന്നെയായിരിക്കും. 5 കൊല്ലത്തിലും നമുക്ക് എന്ത് നേരം അത് എഴുതാം. എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏറെ ഇൻഫ്ലോസ്, മെഷീൻ ഏറെ ഇൻഫ്ലോസ് ഇങ്ങോട്ട് എടുത്തെഴുതുക, തെറ്റിക്കാണ്ട് എടുത്തെഴുതുക. 687, 1,687, 2,687, 3,687 ആൻഡ് 4,687 അങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. അതിനെന്താക്കി മാറ്റണം?
ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആക്കി മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഇൻഫ്ലോയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കിട്ടുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5800, 6800, 7800, 8800 ആൻഡ് 9800 കിട്ടും. ഇൻഫ്ലോ ഏറെ എല്ലാ ഇൻഫ്ലോസിനും നമ്മൾ എന്താക്കി മാറ്റി, ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആക്കി മാറ്റി ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആഡ് ബാക്ക് ചെയ്തു. ഇതുപോലെ തന്നെ ബിയും ചെയ്യുക. ബിയിലെ 5 കൊല്ലത്തിനും ഇൻഫ്ലോസ് എടുത്ത് എഴുതാം. 4687, 3687, 2687, 1887, 687, അങ്ങനെ 5 കൊല്ലത്തെയും എഴുതി. ഇതിന് ഈ എമൗണ്ടിനോട് കൂടി നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടില്ല ബിയും കോസ്റ്റ് സെയിം ആയതുകൊണ്ട് സെയിം ഡിപ്രീസിയേഷൻ തന്നെയായിരിക്കും ആഡ് ചെയ്യുക. അതായത് 5113, അതായത് രണ്ടാമത്തെ കോളം ഇപ്പോൾ ഈ നാലാമത്തെ കോളം തമ്മിൽ അഞ്ചാമത്തെ കോളം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 9800, 8800, 7800, 6800 ആൻഡ് 5800. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് മെഷീൻ ബിയുടെയും ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് ഇതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ഡിപ്രീസിയേഷനും ഇൻഫ്ലോ എ കോളം, രണ്ടാമത് ആഡ് ചെയ്യേണ്ട ഡിപ്രീസിയേഷനും ഇൻഫ്ലോ ബി കോളമാണ് ആഡ് ചെയ്തിട്ട് 2 മെഷീനറിയുടെയും ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മളോട് 2 സംഭവങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, NPVയും PAയും. അത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് PV കണ്ടുപിടിക്കാൻ NPV കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇനിയും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷനെ എന്താക്കി മാറ്റണം, പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണപ്പോൾ എന്താ ചെയ്യാറ്, ഇയർ എഴുതണം, ഡിസ്കൗണ്ട് ആയിട്ട് 15% ഇൻഫ്ലോ, PV ഓഫ് ഇൻഫ്ലോ. അതിൻ്റെ കൂടെ 2 കോളം കൂടി ആഡ് ചെയ്താൽ നമുക്ക് PV ഓഫ് ബിൻ്റെയും കണ്ടുപിടിക്കാം. കാരണം അതിന് യൂസ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് റേറ്റ് സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞാൽ കുറേ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് 2 കോളം കൂടി ആഡ് ചെയ്താൽ മതി. ഇൻഫ്ലോ ഓഫ് ബിയും PV ഓഫ് ഇൻഫ്ലോ ബി എന്നും കൂടി ആഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ. കാരണം ഫസ്റ്റും സെക്കൻഡും കോളം 2 പ്രൊജക്റ്റിനും 2 മെഷീനറിക്കും കോമൺ ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റും. ഈ ഫസ്റ്റ് കോളം ഇയർ, നെക്സ്റ്റ് ഡിസ്കൗണ്ട് അറ്റ് 15%, നെക്സ്റ്റ് ഇൻഫ്ലോ ഓഫ് എ, ദെൻ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഇൻഫ്ലോ ഓഫ് ബി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഇയർ 1 to 5 എഴുതാം. നമ്മൾ 15%ൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ടേബിൾ എടുത്ത് അത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് ഇയറിൻ്റെ കറസ്പോണ്ടിങ് 15% റേറ്റ് എഴുതാം. സെക്കൻഡ് ഇയറിന് തേർഡ് ഇയർ അങ്ങനെ 5th ഇയർ വരെ എഴുതാം. 0.8696, 0.7567, 0.6575, 0.5718, 0.4972, അങ്ങനെ 5 വർഷത്തിൻ്റെയും ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് എഴുതാം, ഏറെ ഇൻഫ്ലോസ് എഴുതാം. ഏത് ഇൻഫ്ലോസ് എഴുതേണ്ടത്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഇൻഫ്ലോസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതെടുത്ത് എഴുതാം. 5 കൊല്ലത്തെയും 5800, 6800, 7800, 8800 ആൻഡ് 9800 എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ആ ഡിസ്കൗണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5044, 5141, 5129, 5032, 4873 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എ എന്ന പ്രൊജക്റ്റിൻ്റെ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,219 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് എ അല്ലെങ്കിൽ മെഷീനറി എ നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ മെഷീനറി ബിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇൻഫ്ലോസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യനിലത്തെ അല്ല, നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ഇൻഫ്ലോസ് എടുത്ത് എഴുതാം. 9800, 8800, 7800, 6800 ആൻഡ് 5800. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ഇൻഫ്ലോസിനെയൊക്കെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ ഡിസ്കൗണ്ട് കോളത്തിൽ എഴുതിയിട്ടുള്ള വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8522, 6654, 5129, 3888 ആൻഡ് 2884 കിട്ടും. 5 വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഈ പ്രസൻറ്റ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27,077 ആണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ കിട്ടുക. ഓക്കെ,
അപ്പോൾ നമ്മൾ രണ്ട് പ്രൊജക്റ്റിൻ്റെയും PVയും കണ്ടുപിടിച്ചു, അതിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരൊറ്റടിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ടൈമിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. തെറ്റിക്കരുത്, നമ്മൾ ഇൻഫ്ലോനെ ഡിസ്കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് PV കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷനെ എന്താക്കി മാറ്റണം? പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണപ്പോൾ എന്താ ചെയ്യാറ്? എഴുതണം ഡിസ്കൗണ്ട് അറ്റ് 15% ഇൻഫ്ലോ PV ഓഫ് ഇൻഫ്ലോ. അതിൻ്റെ കൂടെ രണ്ട് കോളം കൂടി ആഡ് ചെയ്താൽ നമുക്ക് PV ഓഫ് ബിൻ്റെയും കണ്ടുപിടിക്കാം. കാരണം അതിന് യൂസ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് റേറ്റ് സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞാൽ കുറേ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് രണ്ട് കോളം കൂടി ആഡ് ചെയ്താൽ മതി. ഇൻഫ്ലോ ഓഫ് ബിയും PV ഓഫ് ഇൻഫ്ലോ ബി എന്നും കൂടി ആഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ. കാരണം ഫസ്റ്റും സെക്കൻഡും കോളം രണ്ട് പ്രൊജക്റ്റിനും രണ്ട് മെഷീനറിക്കും കോമൺ ആയതുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റടിക്ക് നമുക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റും. ഈ ഫസ്റ്റ് കോളം ഇയർ, നെക്സ്റ്റ് ഡിസ്കൗണ്ട് അറ്റ് 15%, നെക്സ്റ്റ് ഇൻഫ്ലോ ഓഫ് എ, ദെൻ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഇൻഫ്ലോ ഓഫ് ബി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഇയർ 1 to 5 എഴുതാം. നമ്മൾ 15%ൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ടേബിൾ എടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് ഇയറിൻ്റെ കറസ്പോണ്ടിങ് 15% റേറ്റ് എഴുതുക. സെക്കൻഡ് ഇയറിന് തേർഡ് ഇയർ അങ്ങനെ 5th ഇയർ വരെ എഴുതാം. 0.8696, 0.7567, 0.6575, 0.5718, 0.4972 അങ്ങനെ 5 വർഷത്തിൻ്റെയും ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് എഴുതാം? ഇൻഫ്ലോസ് എഴുതാം. ഏത് ഇൻഫ്ലോസ് എഴുതേണ്ടത്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഇൻഫ്ലോസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതെടുത്ത് എഴുതുക. 5 കൊല്ലത്തെയും 5800, 6800, 7800, 8800, 9800 എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ആ ഡിസ്കൗണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5044, 5141, 5129, 5032, 4873 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എ എന്ന പ്രൊജക്റ്റിൻ്റെ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,219 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് എ അല്ലെങ്കിൽ മെഷീനറി എ നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ മെഷീനറി ബിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇൻഫ്ലോസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യനിലത്തെ അല്ല, നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ഇൻഫ്ലോസ് എടുത്ത് എഴുതുക. 9800, 8800, 7800, 6800 ആൻഡ് 5800. അങ്ങനെ എന്ത് ചെയ്യുക? ഈ ഇൻഫ്ലോസിനെയൊക്കെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ ഡിസ്കൗണ്ട് കോളത്തിൽ എഴുതിയിട്ടുള്ള വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8522, 6654, 5129, 3888 ആൻഡ് 2884 കിട്ടും. 5 വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഈ പ്രസൻറ്റ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27,077 ആണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പ്രൊജക്റ്റിൻ്റെയും PVയും കണ്ടുപിടിച്ചു, അതിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരൊറ്റടിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ടൈമിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. തെറ്റിക്കരുത്, നമ്മൾ ഇൻഫ്ലോനെ ഡിസ്കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൻസർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് NPV കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതാം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ദെൻ മെഷീനറി എ എഴുതാം. അതിലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചത് തൊട്ട് മുമ്പത്തെ ടേബിളിൽ കണ്ടുപിടിച്ചത് 25,219 മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു ഔട്ട്ഫ്ലോ ഉള്ളൂ. ഇന്നലെ ചെയ്ത പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, തുടക്കത്തിലത്തെ ഔട്ട്ഫ്ലോ മാത്രമുള്ളൂ. അപ്പോൾ അതങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. 25,565. അപ്പം ശ്രദ്ധിക്കുക, ഇൻഫ്ലോ എന്ന് പറയുന്നത് 25,200 സംതിങ് ആണ്, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 25,500 സംതിങ് ആണ്. അതായത് ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലുമാണ്. അതായത് വരവ് കുറവും ചെലവ് കൂടുതലുമാണ്.
അപ്പോൾ അവിടെ NPV എന്തായിരിക്കും കിട്ടുക? ഒരു നെഗറ്റീവ് ഫിഗർ ആയിരിക്കും കിട്ടുക. കാരണം നമ്മൾ ചെറുതിൽ നിന്ന് വലുതാണ് ലെസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ഫിഗർ തന്നെ ആവണമെന്നില്ല. ഇങ്ങനത്തെ കേസിൽ നമുക്ക് നെഗറ്റീവ് ഫിഗേഴ്സും വരാം. അതായത് ഇൻഫ്ലോ എന്ന് പറയുന്നത് 25,219 ആണ്. പക്ഷേ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്, 25,565 ആണ്. ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ ഇൻഫ്ലോനേക്കാളും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് വരിക. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 346 എന്നാണ് കിട്ടുക. അതിന് മുമ്പിൽ മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ നമുക്ക് -346 കിട്ടി മെഷീൻ എയുടെ. അതുപോലെ മെഷീൻ ബിയുടെ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 27,077 മൈനസ് ഔട്ട്ഫ്ലോ 25,565 കിട്ടും. അത് കുഴപ്പമില്ല, കാരണം ഇൻഫ്ലോ 27 സംതിങ് ഉണ്ട്, ഔട്ട്ഫ്ലോ 25 സംതിങ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ലാഭം തന്നെയാണ്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,512 കിട്ടും. അതാണ് അതിൻ്റെ NPV ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പ്രൊജക്റ്റിൻ്റെയും NPV, രണ്ട് മെഷീനറിയുടെയും NPV കണ്ടുപിടിച്ചു. ആദ്യത്തിന് നെഗറ്റീവ് ഫിഗറും വന്നു, രണ്ടാമത്തേന് പോസിറ്റീവ് ഫിഗറും വന്നു. ഇനി ഡിസിഷൻ ക്രൈറ്റീരിയ നമുക്ക് എളുപ്പമാണ്, കാരണം നെഗറ്റീവ് ഫിഗർ വന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അത് മേടിച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഏത് സെലക്ട് ചെയ്യും? മെഷീൻ ബി സെലക്ട് ചെയ്യും. അപ്പോൾ കമൻറ്റ് എഴുതുക, ആസ് പെർ NPV മെഷീൻ ബി ഈസ് പ്രിഫറബിൾ. NPV വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രിഫർ ചെയ്യും? മെഷീൻ ബി ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് PV ഇൻഡെക്സ് ആണ്. PV ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻറ്റു 100. അങ്ങനെ നമുക്ക് ഓരോ മെഷീൻ്റെയും കണ്ടുപിടിക്കാം. മെഷീൻ എന്ന് എഴുതാം. 25 പ്രസന്റ് വാല്യൂ ഇൻഫ്ലോൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. 25,219 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പിന്നെ 25,565 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 99 കിട്ടി. 98.65 ആണ് കിട്ടുക. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 99% എന്ന് എഴുതാം. ഓക്കെ, ദെൻ മെഷീൻ ബിയുടെ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 27,077 ഡിവൈഡഡ് ബൈ 25,565 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 106% ആണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോണം തന്നെ ഇതൊരു ബേസ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ക്രൈറ്റീരിയ ആയിട്ട് എടുക്കണ്ട. പ്രത്യേകിച്ച് അതിനെ കമൻറ്റ് എഴുതേണ്ട. അഥവാ കമൻറ്റ് എഴുതാൻ പറഞ്ഞാലും ഏതിനെ നമ്മൾ സെലക്ട് ചെയ്യുക? ഏതാണ് കൂടുതൽ? 106 വന്നിരിക്കുന്നത് മെഷീൻ ബിക്കാണ്. മെഷീൻ ബി ഈസ് പ്രിഫറബിൾ എന്ന് എഴുതുന്നതുകൊണ്ടും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, PV ഇൻഡെക്സ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ട് മെത്തേഡ് പ്രകാരം ഏത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാം? മെഷീൻ ബി തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, next problem. Bharat Limited has 2 lakhs to invest. The following proposals are under consideration. The cost of capital is 15%. Rank project on the basis of NPV and PI. വേറൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ 2 lakhs rupees ആണുള്ളത്. അത് അവർക്ക് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആക്സെപ്റ്റബിൾ പ്രൊജക്റ്റുകൾ ആണ് താഴെ തന്നിരിക്കുന്നത്. അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15% ആണ്. ഇനി ഇതിനെ നമുക്ക് റാങ്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്, അതായത് റാങ്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും നല്ലത് ഫസ്റ്റ് റാങ്കും ഏറ്റവും ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ളത് ലാസ്റ്റ് റാങ്കും നമ്മൾ കൊടുക്കണം. അപ്പോൾ നോക്കുക, 4 പ്രൊജക്റ്റാണ്, ABCD എന്ന് പറഞ്ഞ 4 പ്രൊജക്റ്റാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ A എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് 1 lakh, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോ 25,000, 10 വർഷം ലൈഫ് ഉണ്ട്. ദെൻ 70,000, 20,000, 8 years ലൈഫ്, 30,000, 6,000, 15 years, 9 years ലൈഫ്, ദെൻ 50,000, 15,000, 10 years ലൈഫ്. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, എ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിന് ഇൻഫ്ലോ എത്ര ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്? ഒരു ഇൻഫ്ലോയെ തന്നിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈക്വൽ ആണോ അൺഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റും തന്നിട്ടുണ്ട്, ഇൻഫ്ലോയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്ലോ ഒരെണ്ണം തന്നിട്ടുള്ള, പക്ഷെ അതിൻ്റെ ലൈഫ് 10 വർഷം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ 10 വർഷവും ഓരോ വർഷത്തിലും 10 വർഷത്തിലെ ഫസ്റ്റ് ഇയർ 25 കിട്ടും, സെക്കൻഡ് ഇയർ 25 കിട്ടും. അതാണ് എൻ്റെ അർത്ഥം. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം അതാണ്. ഇൻഫ്ലോസ് എത്ര എണ്ണം തന്നിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ എ എന്ന പ്രൊജക്റ്റിന് ഇൻഫ്ലോസ് 25,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 വർഷം അതിന് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 10 വർഷത്തിലെ എല്ലാ കൊല്ലം നമുക്ക് എത്ര വെച്ച് കിട്ടും? 25,000 വെച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻഫ്ലോസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് ബിക്ക് ആകെ ഒരു ഇൻഫ്ലോ തന്നിട്ടുള്ളൂ 20,000, അതിന് 8 വർഷം നമുക്ക് അങ്ങനെ കിട്ടും. സിക്ക് 6,000 ആണ്, 9 വർഷം കിട്ടും. ഡിക്ക് 15,000 ആണ്, 10 വർഷം കിട്ടും. അപ്പോൾ ഇതിൽ ഇൻഫ്ലോസ് എന്താണ്? അൺഈക്വൽ അല്ല, ഈക്വൽ ആണ്. എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്.
ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഫ്ലോസ് ഈക്വൽ ആണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മളുടെ റാങ്ക് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ എന്തായാലും റാങ്ക് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് NPV ആൻഡ് PA ഇൻഡെക്സ്. ഇൻഡെക്സും അതുപോലെ NPVയും കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? NPVയും PA ഇൻഡെക്സും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ NPVയും PAയും ഏത് കണ്ടുപിടിക്കാനും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? മോഡേൺ മെത്തേഡ് ആയതുകൊണ്ട് അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ പഠിപ്പിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിഡിൽ ടേബിൾ ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ അൺഈക്വൽ ആകുമ്പോൾ ഉപയോഗിക്കണം. ലാസ്റ്റത്തെ തേർഡ് ടേബിൾ നമ്മൾ ഈക്വൽ ആകുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടുവിലത്തെ ടേബിൾ അൺഈക്വൽ ആകുമ്പോഴും ലാസ്റ്റത്തെ ടേബിൾ ഈക്വൽ ആകുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നടുവിലത്തെ കോളം ഉപയോഗിക്കേണ്ടത് അൺഈക്വൽ ആകുമ്പോൾ, ലാസ്റ്റത്തെ ടേബിൾ ഉപയോഗിക്കേണ്ടത് ഈക്വൽ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടത്? ഞാൻ നേരത്തെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻഫ്ലോസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ടേബിൾ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിൽ പിന്നെ നമുക്ക് ഓരോ വർഷത്തെയും നമ്മൾ അൺഈക്വൽ ആകുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ വർഷത്തെയും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഇപ്പോൾ പ്രൊജക്റ്റ് എടുക്കുക, ഇതുപോലെ ടേബിൾ വരയ്ക്കുക, 5 കോളംസ് ഉള്ള ടേബിൾ വരയ്ക്കുക. പ്രൊജക്റ്റ് ഇൻഫ്ലോ ലൈഫ് ഡിസ്കൗണ്ട് അറ്റ് 15% PV ഓഫ് ഇൻഫ്ലോ അങ്ങനെ എഴുതി. നമ്മുടെ മുമ്പിൽ 4 പ്രൊജക്റ്റുകളാണുള്ളത്. A to D താഴോട്ട് എഴുതാം. അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫ്ലോസ് ആയിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ കോസ്റ്റ് അല്ല എഴുതേണ്ടത്, ഇൻഫ്ലോസ് എഴുതുക. 25,000, 20,000, 6,000, 15,000. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ലൈഫ് എഴുതുക. 10, 8, 9, 10 എഴുതി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്കൗണ്ട് അറ്റ് 15% കണ്ടുപിടിക്കണം. ഈക്വൽ ആകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തോണം ഓരോ വർഷത്തെയും ഇങ്ങനെ സെപ്പറേറ്റ് കണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ ടേബിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അൺഈക്വൽ ആകുമ്പോൾ നമുക്ക് ഓരോ വർഷം ഓരോ എമൗണ്ട് ആണ്. അതിന് നമുക്ക് ആ വർഷത്തെ റേറ്റ് വാല്യൂ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ്? എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റത്തെ ടേബിൾ യൂസ് ചെയ്താൽ മതി. ആ ടേബിളിലെ ഈ പ്രൊജക്റ്റ് എയർ ലൈഫ് എത്രയാണ്? 10 ഇയർ ആണ്. അപ്പോൾ ആ ടേബിളിലെ ആ ഇയർ കോളത്തിൽ 10ാമത്തെ റോയില് 15%ന്റെ കറസ്പോണ്ടിങ് എമൗണ്ട് എഴുതിയാൽ മതി. ഓക്കെ, ഓരോ വർഷത്തെ ഇങ്ങനെ എടുത്തെടുത്ത് എഴുതുന്നതില്ല. ഈക്വൽ ആകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ആ പ്രൊജക്റ്റിൻ്റെ ലൈഫ് നോക്കുക. ലൈഫ് എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ടേബിളിൽ ആ പേജിൽ 17ാമത്തെ പേജിൽ ലാസ്റ്റത്തെ ടേബിളിൽ N എന്ന് പറഞ്ഞ റോ ഇല്ലേ, താഴോട്ട് നോക്കുക. 10 വർഷം ആയതുകൊണ്ട് 10 നോക്കുക. അതിൻ്റെ നേരെ 15% എമൗണ്ട് എഴുതുക. എത്ര കിട്ടും നമുക്ക്? 5.0188 കിട്ടും. ഓക്കെ, ദെൻ പ്രൊജക്റ്റ് ബിയുടെ ലൈഫ് എത്രയാണ്? 8 ആണ്. അപ്പോൾ അതേ ടേബിൾ തന്നെ ഉപയോഗിക്കുക. അതിൽ N കോളത്തിൽ 8ാമത്തെ നേരെ 15ന് നേരെയുള്ള വാല്യൂ കണ്ടുപിടിക്കുക. 4.4873. സിയുടെ ലൈഫ് 9 ആണ്. അതേ ടേബിളിൽ തന്നെ 9ാമത്തെ N കോളത്തിൽ 9ാമത്തേൻ്റെ നേരെയുള്ള 15ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 4.7716. ഡിയുടെ ലൈഫ് എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് തന്നെയായിരിക്കും 5.0188. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മുടെ ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് ടേബിളല്ല ഉപയോഗിക്കേണ്ടത്, ആ പേജിലത്തെ ലാസ്റ്റ് ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റിൻ്റെയും ലൈഫ് നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജിൻ്റെ എമൗണ്ട് എഴുതിയാൽ മതി. പിന്നെ ഓരോ വർഷത്തിൽ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ലൈഫ് നോക്കുക. 10 ആണെങ്കിൽ 10, 8 ആണെങ്കിൽ 8, 9 ആണെങ്കിൽ 9. അതിന് നേരെയുള്ള കറസ്പോണ്ടിങ് പെർസെൻറ്റേജിൻ്റെ വാല്യൂസാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യണമെന്ന് തന്നെ PV ഓഫ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ എഴുതിയ ഈ ഡിസ്കൗണ്ട് വാല്യൂവിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫ്ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഏറെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 25,000 ഇൻറ്റു അതിൻ്റെ ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് 5.0188 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,25,470 കിട്ടി. ഓക്കെ, ബി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് 20,000 ആണ്. അതിൻ്റെ ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് 4.4873. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 89,746 കിട്ടി. ദെൻ സി എന്ന് പറഞ്ഞ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6,000 ആണ്. ഇൻറ്റു 4.7716 ചെയ്യുക. അപ്പോൾ നമുക്ക് 28,630 കിട്ടി.
ദെൻ ഡിയുടെ 15,000 ഇൻറ്റു 5.0188 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 75,282 കിട്ടി. അപ്പോൾ നമ്മൾ ഓരോ പ്രൊജക്റ്റിൻ്റെയും ഇൻഫ്ലോസിനെ നമ്മൾ ടേബിളിൽ 17ാമത്തെ പേജിലെ 3ാമത്തെ ടേബിളിനെ വിളിക്കുന്ന പേര് ആനുവിറ്റി ടേബിൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അന്ന് 2ാമത്തെ ടേബിളിനെ വിളിക്കുന്ന പേര് ഇൻഡിവിജ്വൽ ടേബിളും. ഓക്കെ, അപ്പം ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ യൂസ് ചെയ്യുന്ന നടുവിലത്തെ ടേബിളാണ്, അതിനെ വിളിക്കുന്ന പേര് ഇൻഡിവിജ്വൽ ടേബിൾ. ഈക്വൽ ആകുമ്പോൾ ഉപയോഗിക്കേണ്ടത് ലാസ്റ്റത്തെ ടേബിളാണ്, അതിനെ വിളിക്കുന്ന പേര് ആനുവിറ്റി ടേബിൾ. നിങ്ങൾ ആ ടേബിളിൻ്റെ പേര് കൃത്യമായിട്ട് പഠിക്കണം, കാരണം നമുക്ക് അടുത്ത മെത്തേഡിൽ അത് പ്രത്യേക ആവശ്യമുണ്ട്. ഈക്വൽ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ടേബിൾ ആനുവിറ്റി ടേബിൾ, അൺഈക്വൽ ആകുമ്പോൾ ഉപയോഗിക്കേണ്ട ടേബിൾ ഇൻഡിവിജ്വൽ ടേബിൾ. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് NPV കണ്ടുപിടിക്കാൻ തുടങ്ങാം. ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് NPV. NPV is equal to present value of cash inflow minus present value of cash outflow. അപ്പോൾ ഇതുപോലെ 4 പ്രൊജക്റ്റും എഴുതാം. നമ്മൾ 4 പ്രൊജക്റ്റിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എഴുതാം. ദെൻ അതിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, അന്ന് ഇനീഷ്യൽ കോസ്റ്റ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1,70,000, 30,000, 50,000, അത് 4ഉം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? NPV കണ്ടുപിടിക്കുക. NPV എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഇൻഫ്ലോയിൽ നിന്ന് ആ ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? NPV കിട്ടി. അതായത് 1,25,470 നിന്ന് അതിൻ്റെ കോസ്റ്റായ 1 lakh ലെസ് ചെയ്താൽ 25,470 കിട്ടും. ബിക്ക് 19,746 കിട്ടും. സിയുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഫ്ലോ വന്നിരിക്കുന്നത് 28,630 ആണ്, പക്ഷെ ഔട്ട്ഫ്ലോ വന്നിരിക്കുന്നത് 30,000 ആണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലുമാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. ഡിഫറൻസ് എമൗണ്ട് 1,370 ആണ്, നെഗറ്റീവ് ഇടണം. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഇൻകത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റ് മേടിച്ചാൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. ഓക്കെ, ഡിയുടെ ഇത് കുഴപ്പമില്ല, 75,000ഉം 50,000ഉമാണ്. ഡിഫറൻസ് 25,282, അതാണ് അതിൻ്റെ NPV ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പ്രൊജക്റ്റിനും എന്ത് കണ്ടുപിടിച്ചു? NPV കണ്ടുപിടിച്ചു. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഇൻഫ്ലോയിൽ നിന്ന് അതിൻ്റെ ഔട്ട്ഫ്ലോ മീൻസ് ഇനീഷ്യൽ കോസ്റ്റ് ലെസ് ചെയ്ത് നമ്മൾ 4 എണ്ണത്തിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? NPV കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പുറത്തെ ഒരു കോളം കൂടി കൊടുക്കുക, റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുക്കുക. ഈ റാങ്ക് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതലുള്ള NPV തന്നെ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, പിന്നെ അതിനനുസരിച്ച് താഴോട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് എക്കാണ്, 25,470, അതിന് 1 കൊടുക്കുക. പിന്നെ കൂടുതൽ വന്നിരിക്കുന്നത് ഡിക്കാണ്, 25,282, അതിന് 2 എന്ന് കൊടുക്കുക. പിന്നെ വന്നിരിക്കുന്ന 19,746 ആണ്, അതിന് 3 കൊടുക്കുക. പിന്നെ നല്ലതല്ല, പക്ഷെ അതിൻ്റെ അടുത്ത റാങ്ക് വരെ ഇതിനായിരിക്കും, സിക്കാണ്. നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും റാങ്ക് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എത്രാമത്തെ റാങ്ക് കൊടുക്കുക? 4th റാങ്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ NPV കണ്ടുപിടിച്ചു. ആ NPVയുടെ ബേസിൽ നമ്മൾ എന്തും അസൈൻ ചെയ്തു? റാങ്കും അലോട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളോട് PI ഇൻഡെക്സ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. PI ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. PI ഇൻഡെക്സ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ഇൻറ്റു 100. അതിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ നേരത്തെ എഴുതിയിട്ടുണ്ട്, അതങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ പ്രൊജക്റ്റ് കൊടുക്കുക, PV ഓഫ് ഇൻഫ്ലോ, PV ഓഫ് ഔട്ട്ഫ്ലോ കൊടുക്കുക. ഇനി ഒരു ഇൻഡെക്സ് കണ്ടുപിടിക്കുക. 1,25,470 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 125% കിട്ടി. നെക്സ്റ്റ് 89,746 ഡിവൈഡഡ് ബൈ 70,000 ഇൻറ്റു 100, 128% കിട്ടി. Then 28,630 divided by 30,000 into 100, 95% കിട്ടി. 75,282 divided by 50,000 into 100, 151% കിട്ടി. അപ്പോൾ നമ്മൾ 4 പ്രൊജക്റ്റിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? PI ഇൻഡെക്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിനും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? റാങ്ക് അലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ, ഈ PI ഇൻഡെക്സിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റാങ്ക് കണ്ടുപിടിക്കാം. കൂടുതൽ PI ഇൻഡെക്സ് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് ഡിക്കാണ്, 151, അപ്പോൾ അതാണ് 1 കൊടുക്കേണ്ടത്. പിന്നെ വന്നിരിക്കുന്നത് ബിക്കാണ് 128, അതിന് 2 കൊടുക്കുക. പിന്നെ വന്നിരിക്കുന്നത് എക്ക് 125, 3 കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് സിക്കാണ് 95%. അപ്പോൾ PI ഇൻഡെക്സിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റാങ്ക് കണ്ടുപിടിച്ചു. അപ്പം 2 ബേസ് ഉപയോഗിക്കുമ്പോൾ 2 ഡിഫറെൻറ്റ് റാങ്കാണ് കിട്ടുന്നത്. നേരത്തേന് കിട്ടിയ റാങ്ക് അല്ല ഇപ്പോൾ ഇതിന് കിട്ടിയിരിക്കുന്നത്. നേരത്തേന് ഫസ്റ്റ് കിട്ടിയത് എക്കായിരുന്നു, പക്ഷേ ഇവിടെ ഫസ്റ്റ് കിട്ടിയത് ഡിക്കാണ്. അപ്പോൾ അതുപോലെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഒന്നിൽ മാത്രം വ്യത്യാസമില്ല, സിയിൽ മാത്രം വ്യത്യാസമില്ല. 2
രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴും സിക്ക് തന്നെയാണ് ഏറ്റവും ലാസ്റ്റത്തെ റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് NPVയും കണ്ടുപിടിക്കാൻ അറിയാം, PI ഇൻഡെക്സും കണ്ടുപിടിക്കാൻ അറിയാം. പ്ലസ് അതിനോട് കൂടി ഒരു സ്റ്റെപ്പും കൂടി പറഞ്ഞിട്ടുള്ള എന്ത്, റാങ്ക് അലോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് അതിന് ആ ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ ഓരോന്നിനും ഓരോ റാങ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹോംവർക്കാണ്. നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് NPV കണ്ടുപിടിക്കാനായിട്ട്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഞാനത് എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. ലോട്ടസ് ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് ദ പർച്ചേസ് ഓഫ് മെഷീൻ. 2 alternatives are available. Prepare profitability statement and calculate NPV if the prevailing rate is 12%. നമ്മുടെ പെർസെൻറ്റേജ് 12% ആണെങ്കിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? NPV മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം NPV കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റ് തന്നിട്ടുണ്ട്, ലൈഫ് തന്നിട്ടുണ്ട്, സേവിങ്സ് ഇൻ സ്ക്രാപ്പും വേജസും തന്നിട്ടുണ്ട്. ഓർമ്മയില്ലേ, പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ന് എഴുതാം. ഒന്ന് മറിച്ച് നോക്കി തന്നേക്കണം. ഏറ്റവും തുടക്കത്തിലുണ്ട് ഈ രണ്ട് സേവിങ്സും ആഡ് ചെയ്യുക, അതവിടെ ഇടുക. ദെൻ സൂപ്പർവിഷൻ, മെയിൻ്റനൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, 3 സംഭവങ്ങളും തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കോസ്റ്റ് ആയിട്ട് എഴുതാം. B എന്ന് പറഞ്ഞിട്ട് ഈ 3 കോസ്റ്റും എഴുതുക. അത് ആഡ് ചെയ്തിട്ട് അവിടെ B എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 കോസ്റ്റും കിട്ടി, സേവിങ്സും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എയിൽ നിന്ന് B ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ടോട്ടൽ ഇൻഫ്ലോ കിട്ടി. ഓക്കെ, അത് ഇതുവരെ എല്ലാതും കഴിഞ്ഞു. ഇനി അടുത്തത് ടാക്സ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് കൺസിഡർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്ത് ലെസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം കണ്ടുപിടിക്കണം. കോസ്റ്റിനെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 മെഷീനറിക്കും 2 കോസ്റ്റും 2 ലൈഫും ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എക്സിന് 3 lakh ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി, മറ്റതിന് 5 lakhs ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ A-B ചെയ്തിട്ട് കണ്ടുപിടിച്ച ഇൻഫ്ലോയിൽ നിന്ന് ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, പിന്നെ ടാക്സ് ലെസ് ചെയ്യുക, പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഫ്ലോ കിട്ടി. അപ്പം നമുക്ക് NPV കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്ലോ 2 ഇതിൻ്റെയും കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ 2 കോളംസ് പ്രൊവൈഡ് ചെയ്താൽ മതി. പെർട്ടിക്കുലർ മിഷൻ X, മിഷൻ Y എന്ന് പ്രൊവൈഡ് ചെയ്യുക. ഈ ഡീറ്റെയിൽസൊക്കെ എന്ന് എഴുതുക. എസ്റ്റിമേറ്റഡ് സേവിങ്സ്, സ്ക്രാപ്പ് എന്നൊക്കെ പെർട്ടിക്കുലർ കോളത്തിൽ എഴുതുക. കറസ്പോണ്ടിങ് എമൗണ്ട് 2 കോളത്തിലും Xലും Yലും കോളത്തിൽ എഴുതുക. അങ്ങനെ ലെസ് ചെയ്ത് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമായിട്ടുള്ള NPV കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്ലോ കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇൻഫ്ലോസ് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കയ്യിൽ എത്ര ഇൻഫ്ലോസ് ഉണ്ട്? ആകെ ഒരു ഇൻഫ്ലോസ് ഉണ്ടാവുള്ളൂ. മിഷൻ Xന് ഒരു ഇൻഫ്ലോ ഉണ്ടാവും, മിഷൻ Yക്ക് വേറൊരു ഇൻഫ്ലോ ഉണ്ടാവും. മിഷൻ Xന് 4 വർഷം ഉണ്ട്, പക്ഷെ നമ്മളുടെ ഒരു ഇൻഫ്ലോ ഉള്ളൂ. മിഷൻ Yക്ക് 5 വർഷം ഉണ്ട്, പക്ഷെ നമ്മളുടെ ഒരു ഇൻഫ്ലോ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലോസ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഏത് ടേബിൾ ഉപയോഗിക്കേണ്ടത്? ആന്വിറ്റി ടേബിൾ, അതായത് ലാസ്റ്റത്തെ ടേബിൾ. ആ 17ാമത്തെ പേജിലെ 3ാമത്തെ ടേബിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആന്വിറ്റി ടേബിൾ. അപ്പോൾ നമ്മൾ Xന് കിട്ടിയ ഇൻഫ്ലോനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടേബിൾ ഉപയോഗിക്കുക? ആന്വിറ്റി ടേബിൾ ഉപയോഗിക്കുക. Xൻ്റെ ലൈഫ് എത്രയാണ്? 4 ആണ്. അപ്പോൾ ആന്വിറ്റി ടേബിളിലെ N കോളത്തിലെ 4ൻ്റെ നേരെയുള്ള എത്ര പെർസെൻറ്റേജ്? 12%ൻ്റെ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Yക്ക് 5ൻ്റെ നേരെയുള്ള, കാരണം അതിൻ്റെ ലൈഫ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5ൻ്റെ നേരെയുള്ള 12% എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇൻഫ്ലോസിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിൽ നിന്ന് ഈ കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് 2ൻ്റെയും NPV കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ തുടക്കത്തിൽ പഠിച്ച പെർഫോമൻ നോക്കി പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് ദെൻ അതിന് നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 2എണ്ണത്തിൻ്റെയും NPV കണ്ടുവച്ച് സജഷൻസ് കൊടുക്കുക. ഓക്കെ, ഹോംവർക്കായിട്ട് ചെയ്യുക. ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.